നമസ്കാരം. പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായത് മുതൽ തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പട്ടാളം തന്നെയായിരുന്നു. എത്രയോ സമയങ്ങളിൽ അവിടെ പട്ടാള ഭരണവും നിലനിന്നിരുന്നു. ജനറൽ സിയാഉൽ ഹക്കിനെയൊക്കെ പോലെയുള്ള ഏകാധിപതികൾ സൈനിക മേധാവിയിൽ നിന്ന് ഭരണാധികാരിയായി മാറുകയും അങ്ങനെ രാജ്യത്തെ വളരെ കർക്കശമായ രീതിയിൽ അതല്ലെങ്കിൽ വളരെ ക്രൂരമായ രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയൊക്കെ തന്നെ വകവരുത്തുകയും ചെയ്ത എത്രയോ കഥകളാണ് അവിടെ അവശേഷിക്കുന്നത്. ഇപ്പോഴും പാകിസ്ഥാനിലെ അവസ്ഥ അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല. ഇപ്പോൾ പാകിസ്ഥാനിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവിടുത്തെ സൈനിക മേധാവിയായ അസീം മുനീർ തന്നെയാണ്. അതല്ലാതെ പാകിസ്ഥാനിലെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ പോലും അവിടെ യാതൊരു തരത്തിലുമുള്ള അധികാരമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി എപ്പോഴൊക്കെ പാകിസ്ഥാന് ചർച്ച നടത്തേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ പോകുന്നത് ഈ സൈനിക മേധാവിയാണ്. അയാൾക്കവിടെ ഒരു രാഷ്ട്രത്തലവന് ലഭിക്കുന്ന തരത്തിലുള്ള വരവേൽപ്പുമാണ് എല്ലാ തവണയും ട്രംപ് നൽകാറുമുള്ളത്. എന്നാൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനോ അതുപോലെ അവിടുത്തെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കോ ഒന്നും തന്നെ അവിടുത്തെ ഒരു കാര്യങ്ങളിലും ഇപ്പോൾ ഒരു അധികാരവുമില്ല എന്നുള്ളതാണ് അവസ്ഥ. പാർലമെൻറ്റിൽ വെച്ച് താൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് തൻ്റെ അധികാരങ്ങൾ വിപുലപ്പെടുത്താനാണ് ഇയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ തിരിച്ചടിക്ക് തൊട്ട് പിന്നാലെ തന്നെ ഇയാൾ സർക്കാരോട് ആവശ്യപ്പെട്ട തന്നെ ഫീൽഡ് മാർഷലായി നിയോഗിക്കണമെന്നാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ ഫീൽഡ് മാർഷൽ മനേക്ഷ, കരിയപ്പ തുടങ്ങിയ വളരെ അപൂർവം പേർ, അത് യുദ്ധത്തിൽ വിജയം നേടാൻ എല്ലാ തരത്തിലും നേതൃത്വം നൽകിയവരെ മാത്രമാണ് ഈ പദവി നൽകി ആദരിച്ചിട്ടുള്ളത്. എങ്കിൽ യുദ്ധത്തിന് തോറ്റു തുന്നം പാടിയ ഒരു സൈനിക മേധാവിയെ ഫീൽഡ് മാർഷലാക്കി നിയോഗിക്കുക എന്നുള്ള അപഹാസ്യമായ തീരുമാനവും അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവിടുത്തെ പാർലമെൻറ്റിൽ വെച്ച് പാസാക്കിയിരിക്കുന്ന ഏറ്റവും പുതിയ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇനി മുതൽ 3 സൈന്യങ്ങളുടെയും കര, നാവിക, വ്യോമ സൈന്യങ്ങളുടെ മുഴുവൻ ചുമതല അവരുടെ സുപ്രീം കമാൻഡർ എന്ന് പറയുന്ന രാജ്യത്തെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയല്ല, ഈ അസീം മുനീർ ആയിരിക്കും. പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ബില്ല് അവിടെ പാസ്സായത്. ഇതനുസരിച്ച് ഇനി മുതൽ അസീം മുനീർ തന്നെയായിരിക്കും പാകിസ്ഥാനിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. ഒരു പക്ഷേ പാകിസ്ഥാൻ ഒരു പട്ടാള ഭരണത്തിലേക്ക് തന്നെ വലിയ കാലതാമസമില്ലാതെ കടന്നു പോകുമോ എന്ന സംശയം പോലും സ്വാഭാവികമായും അവിടെ ഉയരുന്നുണ്ട്. പാകിസ്ഥാനിലെ നിലവിലെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ദുർബലന്മാരാണ്. ആസിഫ് അലി സർദാരി നമുക്കറിയാം, അദ്ദേഹം ഭൂട്ടോ കുടുംബത്തിൽ വിവാഹം കഴിച്ചതിലൂടെ കൂടുതൽ പദവികൾ നേടിയെടുത്തു എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുമുള്ള ഒരു ഭരണാധികാരിക്കുള്ള കഴിവുകളും ഇല്ലാത്ത വ്യക്തി തന്നെയാണ് അദ്ദേഹം. അതുപോലെ ഷഹബാസ് ഷെരീഫ് ആകട്ടെ ലോകവേദികളിലെത്തി അവിടെ എല്ലാം നാണം കെടുന്ന ഒരു രീതിയാണ് ഇയാൾക്കുമുള്ളത്. അമേരിക്കൻ പ്രസിഡന്റിനെ കാണാനായി വൈറ്റ് ഹൗസിലെത്തി മണിക്കൂറുകളോളം കാത്തിരുന്നതിന് ശേഷം ഡൊണാൾഡ് ട്രംപ് ഇയാളെ കാണാതെ പോയപ്പോൾ ട്രംപ് കൂടുതൽ പറഞ്ഞത്, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ ഇരിപ്പുണ്ടായിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ എന്നായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി എന്നായിരുന്നു. അത്രയും പ്രാധാന്യം മാത്രമേ അമേരിക്ക പോലെ ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കുന്നുള്ളൂ. അവിടെ സൈന്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇനി മുതൽ ഈ അസീം മുനീർ തന്നെയായിരിക്കും അവിടുത്തെ സൈന്യത്തിൻ്റെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ സർക്കാരിലെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ചുമതലയും ഇനി മുതൽ ഈ പുതിയ നിയമം അനുസരിച്ച് അസീം മുനീറിന് തന്നെയായിരിക്കും. ഡിഫൻസ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ സുപ്രീം കമാൻഡർ എന്നുള്ള പദവിയാണ് ഇതിലൂടെ ഇപ്പോൾ അസീം മുനീറിന് ലഭിച്ചിരിക്കുന്നത്. അതായത് അവിടുത്തെ 3 സൈനിക വിഭാഗങ്ങളിലും ഇയാൾക്കായിരിക്കും ഇനി ആധിപത്യം. പാകിസ്ഥാനെ നമുക്കറിയാം, അവിടുത്തെ ഈ സൈനിക മേധാവികളൊക്കെ തന്നെ അധികാരത്തിലിരുന്നു കൊണ്ട് പരമാവധി സ്വത്ത് സമ്പാദിക്കുക എന്നുള്ളതായിരിക്കും ഇവരുടെ പലരുടെയും രീതി. വിദേശ രാജ്യങ്ങളുമായി നിരന്തരമായി, പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ തന്നെ ആയുധ ഉടമ്പടികൾ ഉണ്ടാക്കുകയും അതിലൂടെ കോടികൾ സമ്പാദിക്കുകയും ചെയ്യുക, പല വിദേശ രാജ്യങ്ങളിലും പണം നിക്ഷേപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതികളാണ് പലപ്പോഴും പാകിസ്ഥാനിലെ ഈ സൈനിക മേധാവികൾ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർക്ക് ഇന്ത്യയോട് ഏറ്റുമുട്ടേണ്ടി വരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പക്ഷേ അവിടെയുള്ള പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ ഇപ്പോൾ ദുർബലരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇയാൾ തന്നെയായിരിക്കും നാളെ പാകിസ്ഥാനെ നയിക്കുക എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് സൗദി അറേബ്യയും തുർക്കിയുമായും പാകിസ്ഥാൻ ഒരു പ്രത്യേക സൈനിക സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. നാറ്റോ മോഡലുള്ള സൈനിക സഖ്യമാണ് ഇത്. പലരും അന്ന് ചൂണ്ടിക്കാട്ടിയത് ഇത് ഇന്ത്യക്ക് ഭീഷണിയാകുമെന്നാണ്. എന്നാൽ ഇന്ത്യക്ക് ഒരു തരത്തിലും ഒരു ഭീഷണിയാകുകയില്ല എന്ന് തന്നെയാണ് സൈനിക രംഗത്തെ പ്രമുഖരായ വ്യക്തികൾ വിലയിരുത്തുന്നത്. അവർ പറയുന്നത് സൗദി അറേബ്യയുമായി ഇന്ത്യക്ക് ഏറ്റവും നല്ല ബന്ധമാണുള്ളത്, അവരൊരിക്കലും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ ഈ പാകിസ്ഥാനെ സഹായിക്കില്ല. അതുപോലെ തുർക്കി എന്ന് പറയുന്നത് ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് എത്രയോ ദൂരെയാണ്. അവിടെ നിന്ന് ഒരുപക്ഷെ കടൽ മാർഗം ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വ്യോമ മാർഗത്തിലൂടെ ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യയുടെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ഈ 2 പേരുടെയും കൂടെ സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ നേരിടാനൊന്നും ഒരു കാലത്തും കഴിയുകയില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഈ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ വളരെ അപകടകാരിയായ ഒരു വ്യക്തിയാണ് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ ഇയാളെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇനിയുള്ള നാളുകളിൽ ഏത് നിമിഷം വേണമെങ്കിലും അവിടെ പട്ടാള ഭരണം വരാം എന്ന് തന്നെയാണ് പൊതുവെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാകിസ്ഥാനിലെ പ്രസിഡന്റിനെ പ്രധാനമന്ത്രിയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇവരെ വെറും കാവലാളാക്കിക്കൊണ്ട്
അസീം മുനീർ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് പാകിസ്ഥാൻ ഭരിക്കുക എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഇന്ത്യയെ പോലെയുള്ള അയൽ രാജ്യങ്ങളൊക്കെ തന്നെ ഇയാളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ളവരായതുകൊണ്ടും പാകിസ്ഥാനേക്കാൾ ശക്തമായ അടിത്തറയുള്ള രാജ്യങ്ങളായതുകൊണ്ടും തന്നെ ഇയാളെ ഒട്ടും ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. പക്ഷേ ഈ അസീം മുനീർ നിരന്തരമായി അയൽ രാജ്യങ്ങൾക്ക് ഒരു ശല്യമായി അല്ലെങ്കിൽ ഇയാളൊരു ബാധ്യതയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അധികാരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതി നടത്തുക, പാകിസ്ഥാനിൽ തൻ്റെ അധീശത്വം നിലനിർത്തുക തുടങ്ങിയ കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇയാൾ ഒരുപക്ഷെ നാളെ മറ്റൊരു സിയാഉൽ ഹക്കായി മാറും എന്ന് തന്നെയാണ് പൊതുവെ പാകിസ്ഥാനിലെ ജനങ്ങളും ഇപ്പോൾ ഭീതിയോടെ ഉറ്റുനോക്കുന്നത്.